ദൈവമഹത്വം നിന്റെ മേൽ ദൈവം വെളിപ്പെടുത്താൻ ദൈവവൈതലെ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്ന് വിധേയപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്ന് വരെ കാണാത്ത ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ ദൈവശക്തനാണ്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വളരെ അനുഗ്രഹീതമായ ഈ നല്ല ദിവസം ദൈവം നമുക്ക് ദാനം ചെയ്തതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയും. അവിടെ അവർ അവനൊരു അത്താഴമൊരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു, ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിലൊരുവനായിരുന്നു. സ്വത്രം. ഈ ഒരു ദൈവപ്രവൃത്തിയുടെ ഇടപെടിയിൽ നടന്നൊരു സ്ഥലത്തേക്ക് കർത്താവ് വീണ്ടും വന്നപ്പോൾ അവന് വേണ്ടി വിരുന്നൊരുക്കുന്നൊരു കുടുംബത്തെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. വിരുന്നൊരുക്കി കഴിഞ്ഞപ്പോൾ വിരുന്ന് കഴിക്കാനായിട്ട്, വിരുന്നിൻ്റെ ഭാഗമാകാൻ യേശുവും ശിഷ്യന്മാരും വന്നു. അവർ മാത്രമല്ല വന്നത്, ഇവിടെ ഒരു സാക്ഷിയായിട്ട് ലാസർ കൂടെ വരികയാണ്. ഈ ലാസർ 11-ാം അധ്യായത്തിൽ എവിടെയാണെന്നറിയാമോ? കല്ലറയ്ക്കകത്താണ്. ഞാൻ ആത്മനിയോഗത്തോടെ നിങ്ങളെ നോക്കി ഈ പ്രവചന ദൂത് പറയുക, നിന്നെ കല്ലറയ്ക്കകത്തൊതുക്കാൻ, ചീഞ്ഞു നാറുന്ന അവസ്ഥയ്ക്കകത്ത് നിന്നെ ആക്കി വരിഞ്ഞു മുറുക്കി കെട്ടിയിടാൻ ഏതൊക്കെ അന്ധകാര മണ്ഡലങ്ങൾ എങ്ങനെയൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചാലും നീ കർത്താവിൻ്റെ സാക്ഷിയാകാനുള്ളവനാ. നിന്നിലൂടെ അനേകർ കർത്താവിൽ വിശ്വസിക്കാനുള്ളതാ. ഈ പ്രഭാതത്തിൽ ഈ ദൂതിനെ നീ വിശ്വസിക്കുക. നിന്നെ വരിഞ്ഞു കെട്ടി അകത്തെ കല്ലറയ്ക്കകത്ത് നാറുന്ന രീതിയിലാക്കുമെന്ന് ശത്രു വിധി എഴുതി വാദിക്കുന്ന മണ്ഡലത്തിന് മേൽ ആത്മനിയോഗത്തോടെ ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഞാൻ പുറത്തു വരും, ഞാൻ വിരുന്നുശാലയിലിരിക്കും, അനേകർ എൻ്റെ യേശുവിൽ വിശ്വസിക്കുന്നതിന് ഞാനൊരു മുഖാന്തരമായി മാറും. ഞാനിത് പറയുമ്പോൾ ചില കുടുംബങ്ങളെ ന്യായമായിട്ടും അർഹതപ്പെട്ടത് തടയപ്പെട്ട് ആമേൻ സന്തോഷം അനുഭവിക്കുന്ന ചില കുടുംബങ്ങളെ പൈശാചിക മേഖലകളും മാനുഷിക മണ്ഡലങ്ങളും ഒരുമിച്ച് വരച്ച വരയിൽ നിർത്തി ഒതുക്കിക്കളയുന്നൊരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഈ പ്രഭാതം നിന്നോടുള്ള ദൂത. ആ വരകളെ ദൈവം മായ്ക്കാൻ പോവാ. നിന്റെ കുടുംബം ഒരിക്കലും എഴുന്നേക്കത്തില്ലെന്ന ചിലതൊക്കെ വാദിക്കുന്നതും വെല്ലുവിളിക്കുന്നതും കാര്യങ്ങളൊക്കെ പറയുന്നതും, അല്ല അതിൻ്റെ നടുവിൽ ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്നും ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലഭത്വം നിനക്ക് വേണ്ടി ചലിക്കുമെന്നും ദൈവം തെളിയിക്കാൻ പോവാ കേട്ടോ. മാന്യത വെളിപ്പെടുന്ന സമയങ്ങളാണ്. വിരുന്ന് ആ പദം ദൈവം പറയുന്നു. അത് ഏത് രീതിയിലാണെങ്കിലും നീ ഏറ്റെടുത്തോണം. വിവാഹത്തിൻ്റെ വിരുന്നാണെങ്കിൽ അങ്ങനെ, അല്ലാതെ മറ്റ് രീതിയിലുള്ള നന്ദിയുടെ വിരുന്നാണെങ്കിൽ അങ്ങനെ അത് സംഭവിക്കും. കാരണം ദൈവത്തിൻ്റെ ആത്മാവിൽ എഴുതപ്പെട്ട വചനം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളോട് പ്രചോദനകരമായ രീതി സംസാരിക്കുമ്പോൾ അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് എഴുന്നേറ്റ് വരും. മറിയ എന്താ ചെയ്തതെന്ന് അവിടെ കാണുന്നുണ്ട് കേട്ടോ. വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം അവൾ എടുത്തിട്ട് കർത്താവിൻ്റെ കാലിലത് പൂശുക. എൻ്റെ തലമുടി കൊണ്ട് അവൾ അതിനെ ഹല്ലേലൂയ കണ്ടോ. ഒരാദരവ്, ഒരു മാന്യത. ഈ തൈലത്തിൻ്റെ വില 300-ലധികം വെള്ളിക്കാശ. ഒരു വർഷം ജോലി ചെയ്താൽ കിട്ടുന്ന പൈസ മൂല്യമുള്ള ഈ എണ്ണ അവിടെ കർത്താവിൻ്റെ കാൽക്കൽ ഒഴിക്കുമ്പോൾ ഈസ്കോരിയത്ത യൂദായെ പോലെയുള്ളവർക്ക് ഇത് വെറും ചെലവാണ്. പക്ഷെ മറിയയ്ക്ക് ലാസറിനും ഇത് ജീവനാ. ഇത് ഞങ്ങൾക്ക് കർത്താവ് ചെയ്ത വിടുതലിൻ്റെ 100-ലൊരംശം പോലും വിലയില്ലാത്തതാ ഇതെന്ന് ഒരു പറയുക. അങ്ങനെ പറഞ്ഞോണ്ടാ ഇതൊഴിക്കുന്ന. അവിടെ മുഴുവൻ അത് നിറയുക സൗരഭ്യം. ആ വീട്ടിനകത്ത് വിരുന്നുണ്ടെങ്കിലും അതിനെയും കൂടെ ഓവർകം ചെയ്യുന്നൊരു സൗരഭ്യം മറിയിലൂടെ പുറത്തു വന്നു. ഞാൻ ആത്മനിയോഗത്തോടെ നിങ്ങളെ നോക്കി പ്രവചിക്കാം. ചില കാര്യങ്ങൾ നിയോഗത്തോടെ നീ സ്റ്റെപ്പ് വെക്കുമ്പോൾ അതിനെക്കാട്ടിലൊരു പടിയും കൂടെ ഒരു മാന്യത ദൈവം നിനക്ക് തരാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. നിനക്ക് വിലയുള്ളതെന്ന് പറയുന്ന ചെലവ് നീ ദൈവസന്നിധിയിലേക്ക് ഇപ്പോൾ ഏൽപ്പിച്ച് കൊടുക്കണം.
നിശ്ചയമായിട്ടും ദൈവം അമർത്തി കുലുക്കി കവിയുന്ന നല്ല ഒരു അളവ് നിൻ്റെ കൈവശം തന്നിരിക്കും. ഉറപ്പാ, ഒരു സംശയമില്ല. ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൂതിനായിട്ട് സ്തോത്രം. കേൾപ്പിച്ച മെസ്സേജ് അങ്ങാണറിയിച്ച നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അസാധാരണമായ മാറ്റങ്ങളുണ്ടാകട്ടെ, ചലനങ്ങളുണ്ടാകട്ടെ, ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. യേശു നാം തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.